എത്രയും പെട്ടെന്ന് ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കാനാ. അപ്പോഴേ ഉള്ളൂ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിന്റെ സുഖവിടത്തെ ഹിന്ദു അറിയുള്ളൂ. ഒന്ന് പെട്ടെന്ന് പ്രഖ്യാപിക്കണം, വൈകാതെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ട് വേണം വീണ്ടും നമ്മുടെ സഹോദരിമാർ ചിതയിലേക്ക് തള്ളപ്പെടുമ്പോ എന്താ ഹിന്ദു രാഷ്ട്രത്തിന്റെ സുഖമെന്നറിയൂ. എന്നിട്ട് വേണം തെരുവിൽ വഴി നടക്കുന്നവന് രോഹിത് വെമുലയടക്കം എത്ര പേരാണ് ദളിതന്മാർ ഇവിടെ അടിച്ചു കൊല്ലപ്പെടുന്നത്. വേണ്ടല്ലോ, ഇന്ത്യയുടെ പ്രസിഡന്റ് കസേരയിൽ കയറിയിരിക്കുന്ന അധകൃത വർഗത്തിൽപ്പെട്ട നമ്മുടെ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് നമ്മുടെ കേരളത്തിലെ അടുത്ത നാൾ വന്നേച്ചു പോയി. അവര് ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ആ മഹത്തായ വേദിയിൽ നിന്ന് രാജ്യത്തിന്റെ സ്ഥിതി എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്ക്. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് തുണി ഉടുക്കാത്ത നഗ്ന സന്യാസിമാർ, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സംഭവിക്കേണ്ടത് തിരിച്ചല്ലേ? രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അത് സന്യാസിമാര് ചെയ്യേണ്ട പണിയാ, പക്ഷെ അത് പ്രധാനമന്ത്രിയുടെ പണിയായി. ഇപ്പുറത്ത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസിമാർ. അത് പ്രസിഡന്റ് ചെയ്യേണ്ടതാ. പക്ഷെ പ്രസിഡന്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, പ്രസിഡന്റിനെ ആ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനകരമായ മുഹൂർത്തത്തിൽ പങ്കുകൊള്ളാൻ പോലും അനുവദിക്കാതെ ആ വേദിയിൽ നിന്ന് പോലും മാറ്റി നിർത്തിയതിന്റെ കാരണം എന്താ കാര്യം? ഞങ്ങള് സ്വപ്നം കാണുന്ന 2025 സാക്ഷാത്കരിക്കുമെന്ന് ഞങ്ങൾ സങ്കല്പിക്കുന്ന ഞങ്ങളുടെ ഭാരതമുണ്ടല്ലോ, സവർണ ഭാരതം. ആ ഭാരതത്തിൽ അവർണന്റെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടില്ല, അവന്റെ ഇടം ഇതായിരിക്കുമെന്ന് വളരെ പച്ചയ്ക്ക് അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കാട്ടിത്തന്ന, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ ഭയപ്പെടുന്ന, ഈ രാജ്യത്തെ ദളിത് ജനവിഭാഗത്തെ ഒരിക്കൽ കൂടി അടിച്ചമർത്തുന്ന, അവരുടെ ഇന്നലകളിലെ സവർണ സുവർണകാലം അവരെല്ലാം വിടുവേല ചെയ്യുന്ന, സ്ത്രീകൾ മാറുമറയ്ക്കാതെ തമ്പ്രാന്റെ മുമ്പിൽ ദർശനം നൽകുന്ന, തെരുവിൽ വിടുപണി ചെയ്യുന്ന പാവപ്പെട്ട ദളിത് മക്കൾ, അവരൊക്കെ മോചനം നേടിയത് ഇസ്ലാമിലേക്കാണ്. എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ. എവിടെ വന്നാ? പൊന്നാനി വന്ന് ഇവിടെ തൊപ്പിയിടാൻ വരുന്ന ഇവിടെ അല്ലേ? എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ, ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം, ചെറ്റും പേടിക്കേണ്ട തമ്പുരാരെ. ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ വഴി നടന്നതിന്റെ പേരിൽ തല്ലുകൊള്ളുന്ന തമ്പ്രാന്റെ മുഖത്ത് നോക്കിയാൽ അടിമേടിക്കുന്ന ചെറുമൻ പൊന്നാനിയിൽ വന്ന് മുസ്ലിമായെന്നും പറഞ്ഞൊരു തൊപ്പിയിട്ടുണ്ട് ആ തമ്പ്രാന്റെ ഇല്ലത്തേക്ക് കയറി ചെന്നാൽ ഒരുത്തനെയും പേടിക്കണ്ട, തമ്പ്രാൻ പിന്നെ തിരിഞ്ഞു നോക്കൂല. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ, ബുദ്ധിയുള്ളോർ ഇങ്ങ ശ്രേയസുപേക്ഷിച്ച് മേവുമോ കൂട്ടരെ ജാതി ജയിലിൽ. കുമാരനാശാന ലേരമൂലി പറയുന്നതല്ല. ഈ ദുരന്തം ഈ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവരാഗ്രഹിക്കുമ്പോ അതിനേറ്റവും വലിയ ശത്രു, അതിന് തടസ്സം നിൽക്കുന്നത് മുസൽമാനാണ്. മുസ്ലിം ഇത് അനുവദിക്കില്ല. ഇസ്ലാം മതത്തിലേക്ക് എല്ലാ വിഭാഗത്തെയും ദളിതനെയും സ്വാഗതം ചെയ്യും. ഈ അടുത്ത കാലത്ത് ഒരു RSSന്റെ നേതാവുമായി എൻ്റെ ഒരു സുഹൃത്ത് നടത്തിയ ചർച്ച അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര വിരോധം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം വളരെ പച്ചയായി പറഞ്ഞു, എന്ത് വിരോധം? നിങ്ങൾ ഈ ദളിതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കയറി വന്നവനെയൊക്കെ ഇന്ന് പിടിച്ച് മടിയിരുത്തും. ഇത് തന്നെ പ്രശ്നമൊന്ന്. ഇന്നലെ കയറി വന്നാ മതി, ഇന്നവൻ നിന്റെ മടിയില്ല. ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ അവരവരുടെ പാട്ടിന് വിട്. സമ്മതിക്കില്ല. അതിന്റെ പേരിലാണ് മുസൽമാന്റെ എല്ലാം അവന്റെ വിശ്വാസത്തെ എന്താണ് പറയുന്നത്, UCC എന്ന് പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മതം തകർക്കാൻ ശ്രമിക്കുക. UCC എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്താ കുഴപ്പമെന്നാ? യൂണിഫോം സിവിൽ കോഡ് ഇവിടെ ആർക്കെങ്കിലും നടപ്പാക്കാൻ പറ്റുമോ? ഇവിടെ ജനിച്ചാൽ മരിച്ചാൽ കല്യാണം കഴിച്ചാലൊക്കെ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റും? പറ. ഒരുപോലെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മതിക്കുമോ? പിന്നെങ്ങനെ യൂണിഫോം ഉണ്ടാകുന്നത്? മുസൽമാന്റെ കല്യാണം വേണമെന്ന് പറഞ്ഞാൽ, അല്ലെ ഹിന്ദുവിന്റെ കല്യാണം വേണമെന്ന് പറഞ്ഞാൽ, അല്ലെ ക്രിസ്ത്യാനിയുടെ കല്യാണമാണ് ഈ രാജ്യത്തിന്റെ മൊത്തം കല്യാണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരന് സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാരടക്കം അവർ UCCയുടെ ആശയപരമായി UCCയോട് യോജിപ്പാ. പക്ഷെ RSSകാരൻ കൊണ്ടുവരുന്ന UCC വേണ്ടെന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് UCCക്ക് എതിരിലാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ.
അവർ അടിസ്ഥാനപരമായി ഏകദേശം ഒരു മതേതര UCC കൊണ്ടുവരാൻ പണ്ട് നിലപാടെടുത്തവരാണ്. പക്ഷെ അപകടം തിരിച്ചറിഞ്ഞ് നമ്മുടെ രാജ്യത്തെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാര് ഇന്ന് രാജ്യം കൈകാര്യം ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞപ്പോ അത് വേണ്ട എന്നവർക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ജനാധിപത്യപരമായ തിരിച്ചറിവിന്റെ ഭാഗമാണ്. അതിനെ നമുക്ക് അവരെ അഭിനന്ദിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് മുസൽമാന്റെ ഇസ്ലാമിക വ്യക്തിത്വം മാത്രമല്ല, അവന്റെ സമാധാനപൂർണമായ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിമിന്റെ അടുക്കലേക്ക് പോകണം, മുസ്ലിം തന്നെ പ്രശ്നത്തിലാണെന്ന് വരുത്തുകയാണ്. മുസ്ലിം തന്നെ നിൽക്കക്കള്ളിയില്ലാതെ നിലനിൽപ്പിന് വേണ്ടി വെപ്രാളപ്പെടുക. അപ്പൊ പിന്നെ നിങ്ങൾ പോയി ഇസ്ലാമിൽ ചേർന്ന് എങ്ങനെയാ രക്ഷപ്പെടുക എന്ന ചോദ്യം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഒന്നിനു പുറകെ ഒന്നായ പ്രശ്നങ്ങളുമായി മുസ്ലിം സമുദായത്തിന് നേരെ ഈ ഭരണകൂടം തിരിയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമത. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുക. ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ, ഇവിടെ രാജ്യത്തെ മതേതരമായ ഭരണഘടന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യാവകാശം വിഭാവനം ചെയ്യുമ്പോൾ ഉറപ്പു നൽകുന്ന ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആർട്ടിക്കിൾ 26 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. മതപരമായ എല്ലാ വസ്തുവകകളും സ്വന്തം നിലയിൽ മാനേജ് ചെയ്യാൻ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവകാശമുണ്ടെന്ന് രാജ്യത്തിന്റെ ഭരണഘടനയുടെ 27-ാം ആർട്ടിക്കിൾ നമുക്ക് ഉറപ്പു തരികയാണ്. ഈ ആർട്ടിക്കിൾ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വഖഫിന് മാത്രം, മറ്റൊരു മതത്തിനും ഇല്ലാത്ത വിധത്തിൽ വഖഫിന് മാത്രം ഭേദഗതി നിർദ്ദേശിക്കാൻ ഈ രാജ്യത്ത് ഇവർക്ക് എങ്ങനെയാ കഴിയുക? ഭരണഘടനയെ മാനിക്കുമെങ്കിൽ. അപ്പൊ ഭരണഘടന ഞങ്ങൾക്ക് പ്രശ്നമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകട്ടെ ആരാകട്ടെ, ദളിതനെന്നും ദളിതനാ, അധികൃതനെന്നും അധികൃതനാന്ന് പറയും പോലെ ഭരണഘടനയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഭരണഘടന ബാധകമല്ല. ഞങ്ങൾ അടിസ്ഥാനത്തിൽ ഇവിടെ ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് വഖഫിൽ കയറി ഇടപെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖഫ് എന്താ? വഖഫിനെ കുറിച്ച് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ പള്ളി, പിന്നെ കുറെ മുസ്ലിങ്ങളുടെ മദ്രസ, മുസ്ലിങ്ങളുടെ പിള്ളേര് പള്ളിയിൽ പോയി മദ്രസയിൽ പോയി അവരിങ്ങനെ തൊപ്പി വെച്ച് അല്ല തട്ടവിട്ടൊക്കെ നടക്കുന്ന, അതിനുവേണ്ടി അവരെ പഠിപ്പിക്കുന്ന ഒരു പരിശീലന പദ്ധതി, അതിനുവേണ്ടി ആവശ്യമായ പ്രോപ്പർട്ടികൾ, അത് സംരക്ഷിക്കപ്പെടുന്ന പ്രോപ്പർട്ടിയാ വഖഫ്. പ്രിയപ്പെട്ടവരെ, വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ഇവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊന്നുമല്ല ലക്ഷ്യം. മുസ്ലിമീങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. മുസ്ലിമീങ്ങൾ പള്ളിക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മുസ്ലിമീങ്ങൾ പൗരത്വത്തിന് വേണ്ടി ഇവിടെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണം. കാരണം പൗരത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, രേഖകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരെ നിരന്തരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുത്തണം. അതുപോലെ തന്നെ അവരുടെ മതപരമായ നിലനിൽപ്പിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡിനെതിരിൽ അവർ ഒച്ച വെച്ചും കലഹിച്ചും ഇരിക്കണം. അതുപോലെ അവരുടെ പ്രോപ്പർട്ടികൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കണം. അവസാനം അന്തസാർന്ന അസ്തിത്വപൂർണമായ ഒരു നിലനിൽപ്പ് അവർക്ക് സാധ്യമല്ലാതാക്കി തീർക്കുന്ന ഒരു സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ദളിത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങളിലേക്കൊന്നും ഞങ്ങളുടെ എന്ത് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നാലും നിങ്ങൾ പോയി രക്ഷപ്പെടൂല, ഹിന്ദുവിനോടൊപ്പം നിന്നാൽ നല്ലത് എന്ന മെസ്സേജ്, വാണിംഗ് ആണ് മുസ്ലിമീങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദുവിന് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഹിന്ദുവിന് എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നല്ലത് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഹിന്ദു രാഷ്ട്രം ഒന്ന് വളരെ വേഗം പ്രഖ്യാപിക്കട്ടെന്നാ. ഇപ്പം തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റിനോട് ഈ പണി കാണിക്കുന്ന, അതുപോലെ ദളിതന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പശുവിന്റെ തോലുരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജാർഖണ്ഡിലും മറ്റിടത്തും ഒക്കെ തല്ലിക്കൊണ്ടിരിക്കുന്ന ഇവർ അധികാരം ഉപയോഗിച്ച് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ചിട്ട് ദളിതനിവിടെ സ്വതന്ത്രനായി ജീവിക്കുന്ന ഒരു രാഷ്ട്രം സ്വപ്നം കാണാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇത് മുസ്ലിമീങ്ങളായ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട ഇന്നലകളിൽ അവരുടെ പൂർവികന്മാർ, അവരുടെ പിതാക്കന്മാർക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഇന്ത്യയിലെ കേരളത്തിലെ പ്രബുദ്ധമായ കേരളത്തിലെ ജനതയ്ക്ക് മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. ക്ഷേത്രപ്രവേശനമൊക്കെ പിന്നെ കിട്ടിയതാണ് അവർക്ക്, അല്ലേ? ഗാന്ധിജി വന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. എന്ന് മാത്രമല്ല, ഇന്നും മനുഷ്യരെ തുല്യരായി കാണാത്ത ജാതികളുടെ ആസ്ഥാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യ എന്ന കാര്യം മറക്കണ്ട. ജാതി മനുഷ്യരെ തുല്യരായി കാണാത്ത 2 ജാതി ആസ്ഥാനം അങ്ങനെ തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
അവർക്കും ഈ ഭരണകൂട സവർണ ശക്തികളോടാണ് യോജിപ്പ്. അവരും മുസ്ലിം വിരോധികളാണ്. അതിലൊരാളാണല്ലോ മലപ്പുറം ജില്ലയ്ക്കെതിരിൽ സംസാരിക്കണേ. അതിലൊരാളാണല്ലോ മലപ്പുറം ജില്ല അപകടകാരികളുടെ ജില്ലയാണെന്ന് പറയുന്നത്. ആരാണത്? മനുഷ്യർ തുല്യരല്ല, ജാതി വേറെ തന്നെയാണ്, ജാതീയമായി മനുഷ്യർ വേർതിരിഞ്ഞു നിൽക്കേണ്ടവർ തന്നെയാണെന്ന് പറയുന്ന മനുഷ്യ സമത്വത്തിന്റെ ഒരു ശത്രു വെളിവില്ല പുള്ളി ഗണേശൻ എന്നോ എന്താ പേരില്ലേ? എന്താണ് അതിന് കാരണം? എന്താണ് അതിന്റെ പിന്നിലുള്ളത്? യഥാർത്ഥത്തിൽ ജാതീയത, മനുഷ്യ സമത്വം അംഗീകരിക്കുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ മറ്റൊരാസ്ഥാനമുണ്ട്. അതിന്റെയും തലവൻ പലപ്പോഴും മുസ്ലിമീങ്ങൾക്കെതിരിൽ വിഷം തുപ്പാറുണ്ട്. നേരത്തെ പണിക്കർ സാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് പലപ്പോഴും പല വേദികളിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം മാന്യനായിരുന്നു. അദ്ദേഹം വെറുപ്പും വിദ്വേഷവും പ്രസംഗിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ എന്തൊക്കെയാ പറയുന്നത്? ഈ വെറുപ്പിന്റെ ശക്തികൾ ആരാണ്? ഞങ്ങളൊരു കുറച്ചുയർന്ന ജാതിയാ മറ്റതിനേക്കാൾ എന്ന് പറയുന്ന, മനുഷ്യജാതി തുല്യമല്ല, മനുഷ്യർക്ക് സമത്വമില്ല എന്ന് പറയുന്ന, മനുഷ്യരെ തുല്യരായി കാണാത്ത രണ്ട് ജാതിയാസ്ഥാനങ്ങൾ കേരളത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട്. അവരെ ജാതീയമായി തങ്ങളുടെ കീഴിലുള്ളവരെ അടിച്ചമർത്തി അവരെ വിടുപണി ചെയ്യിക്കുന്ന ഒരു നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ജാതിയുടെ ആസ്ഥാനങ്ങൾ നിലനിർത്തി പോരുന്നത്. ആ കാലം എത്രയും വേഗം വരട്ടെ എന്നവർ പ്രാർത്ഥിക്കുകയാ, സ്വപ്നം കാണുകയാണ്. അവിടെയാണ് മുസൽമാൻ അടിച്ചമർത്തപ്പെടേണ്ടത്, അല്ലാതെ മുസൽമാൻ ആരുടെയും പിടിച്ചെടുത്തിട്ടല്ല.